ഹലോ, ഇന്നൊരു ഈസി ബിരിയാണി റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ സവാള പൊരിച്ച് മാറ്റി വെച്ചേ. പിന്നെ ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്തേ. കഴുകി മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടേ. അത് കഴിഞ്ഞ് ഒരു മുളകും ഇട്ട് ഉപ്പും ഇട്ട് പിന്നെ പൊരിച്ച് മാറ്റി വെച്ച സവാളയും ചേർത്തേ. അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തേ. പിന്നെ ഈ മസാലകളെല്ലാം കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും ചേർത്ത് നേരത്തെ സവാള പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണയും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെച്ചേക്കണേ. ഇനി നമുക്ക് ചോറിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ച് ഈ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. പിന്നെ ഇതിലേക്ക് അരിയിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് ഞാനിവിടെ ഒഴിച്ച അളവ്. പിന്നെ ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഒരു വിസിൽ കേട്ടാൽ മതിയേ. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കൻ വെന്ത് നല്ലപോലെ വന്നതിന് ശേഷം അതിലേക്ക് ചോറ് തട്ടി കൊടുക്കാവേ ദമ്മിടാനായിട്ട്. അപ്പോൾ ഈ ചോറ് ഞാൻ 3/4 വേവേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. കറിയിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാവേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും സവാളയും പിന്നെ കുറച്ച് കാഷ്യൂ മുന്തിരിയും നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ദമ്മിട്ട് വെച്ചേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ദമ്മ് തുറന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു. റൈസിൽ കറിയുടെ നല്ല ഫ്ലേവറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവേ. ആദ്യമേ ഇക്കാക്ക് എന്നെ കൊണ്ട് കൊടുത്തേക്ക് അടിപൊളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.